ചട്നി ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ വാളംപുളി ചേർക്കും അല്ലെങ്കിൽ മാങ്ങ ചേർക്കും. ഈ ചട്നിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് തൈരാണ് ചേർക്കുന്നത്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ തൈര് എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ചട്നിയുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, കടുക്. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. തൈര് ചേർക്കുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൈരൊന്ന് അരിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം പോലെയാവും. അപ്പോൾ അതനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ചട്നിയിലേക്ക്. നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തൈര് ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം, തേങ്ങ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം, ഉപ്പും ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. നമുക്ക് ഈ ചട്നിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. നമുക്ക് ചട്നിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് ചേർക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും ചുവന്നുള്ളിയും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളി മുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു ചുവന്ന കളർ കിട്ടും. വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി. നമുക്ക് താളിച്ചൊഴിച്ചത് നമുക്ക് ഈ ചട്നിയിലേക്ക് ചേർക്കാം. നമുക്ക് ഉച്ചയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ ചട്നി ഒരു സമയത്ത് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കരുത്. ആ താളിച്ച് ഒഴിച്ചത് നമ്മൾ ഈ ചട്നിയിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പം.